ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒന്നുമല്ല, നമുക്ക് എങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസും അതേപോലെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ എങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫിലിമോറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് എനിക്കിവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് കിട്ടും, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ നടുക്കുള്ള ഇത് കണ്ട ഈ ജോയിൻ്റ്, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്ട് ബേസിക്, മോഷൻ, സൂം, അങ്ങനെ 3 ട്രാൻസാക്ഷനാണുള്ളത്. അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാനിതാണ് സെലക്ട് ചെയ്തേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇത് തന്നെ എല്ലായിടവും വീഴും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലായിടവും ഒരേ ട്രാൻസാക്ഷൻ തന്നെയാണ് വീണേക്കുന്നത്. അപ്ലൈ ചെയ്ത് കാണിക്കാം, കണ്ട. അപ്പോൾ അത് മാറ്റണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറെ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ്, കണ്ട. ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നിങ്ങൾക്ക് നല്ല ട്രാൻസാക്ഷനൊക്കെ കൊടുത്ത് നിങ്ങളുടെ രീതിക്ക് നല്ല ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ വേണ്ടി നമുക്ക് ഇഷ്ടമായ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബിൻ്റെ ആനിമേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തായിരിക്കും വീഡിയോ ആഡ് ചെയ്യുന്നത്. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി അങ്ങനെ ഇതൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബിൻ്റെ ആനിമേഷനുണ്ട്. നമുക്ക് ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതാക്കി ഇവിടെ വെച്ച് ശേഷം ഈ ആഴ്ചയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലൈക്കിൻ്റെ ആനിമേഷൻ കൊടുക്കാം. കണ്ട, ഇഷ്ടംമാതിരി ആനിമേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസിന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇമ്പോർട്ട് ചെയ്യാൻ ടോപ്പിൽ ഏറ്റവും റൈറ്റ് അറ്റത്ത് ആരോ കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ആകും. നിങ്ങൾക്ക് റെസൊല്യൂഷനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഫിനിഷ് കൊടുക്കുക. ഞാൻ ഗാലറി പോയി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എക്സ്പോർട്ട് എടുത്തതിന് ശേഷം ഇതാണ്, കണ്ട. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈസിയാണിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.